ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ കുഞ്ഞു യാത്രകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ജിഞ്ചി കോട്ടയാണ്. അപ്പോൾ നിങ്ങൾ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കേൾക്കാത്തവർക്കായിട്ട് ഞാൻ വിശദീകരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ജിഞ്ചി കോട്ട, അതായത് സെഞ്ചി കോട്ട എന്നും പറയും കേട്ടോ. ഒരു കോട്ടയാണ്. ഇനി അതിലൊരു സംശയമൊന്നും വേണ്ട കേട്ടോ. ഒരു കോട്ടയാണ്, പണ്ടത്തെ ഒരു കോട്ടയാണിത്. അതായത് 10-ാം നൂറ്റാണ്ടിൻ്റെയും 16-ാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ ഇടയിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ്. ഓക്കെ, രാവിലെ ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ, ഉച്ചയാവാറായിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലാട്ടോ. ഇവിടെ മഴയൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്, ഇടയ്ക്കൊക്കെ പെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കോട്ടയ്ക്ക് ഒരുപാട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോകുന്നതൊക്കെ വെറുതെ ആവും. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ നമ്മളൊരു ചായയും പിന്നെ അല്ലൂസ് ഒരു റോസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ ചായ അല്ലെങ്കിൽ ഓരോ ബൂസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി കിട്ടുള്ളൂ. അപ്പം നമ്മൾ സിഞ്ചിക്കോട്ട എത്താനായി, അതായത് ജിഞ്ചിക്കോട്ട കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പറയാം, ജിഞ്ചിക്കോട്ട എന്നും പറയാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ജിഞ്ചിക്കോട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ ജിഞ്ചിക്കോട്ട സ്ഥിതി ചെയ്യുന്ന എവിടെയെന്നറിയോ? ചെന്നൈയിൽ നിന്ന് 160 കിലോമീറ്റർ വിട്ടിട്ടാണ്. അതായത് വില്ലുപുരം ജില്ലയാണ് കേട്ടോ. ജില്ല വരുന്നത് വില്ലുപുരമാണ്. നമുക്ക് പോണ്ടിച്ചേരിക്ക് അടുത്തുമാണ് കേട്ടോ. ചെറിയ ചെറിയ എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. കണ്ടോ, ഇവിടുന്നേ നമുക്ക് കോട്ട കാണാം. ഇതൊക്കെ പാറക്കെട്ടുകളാട്ടോ. ഈ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഈ കോട്ടയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ വലിയ വലിയ കല്ലുകളാണ് കേട്ടോ. ഈ കല്ലുകളുടെയൊക്കെ മുകളിലാണ് നമ്മുടെ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. കണ്ടോ, ഇവിടെ എന്തോ അമ്പലത്തിൽ എന്തോ വിശേഷമുള്ളത് കൊണ്ട് ഇവരൊക്കെ പോകുന്നുണ്ട്. ചെറിയ ചെറിയ ടൗൺ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ടൗൺ ബസ്സുകളുണ്ട് കേട്ടോ. പിന്നെ ചില സ്ഥലത്ത് കൂടിയൊക്കെ കൃഷിയുണ്ട്, ചില സ്ഥലത്ത് കൂടി അങ്ങനെ കൃഷി ചെയ്യാതെ തന്നെ അങ്ങനെ കണ്ടൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലത്ത് കൂടി നെൽകൃഷിയും അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചോളുണ്ട്. നമ്മളങ്ങനെ ചെറിയൊരു ഇതെത്തിട്ടോ, ടൗൺ എത്തി. ചെറിയൊരു ടൗണാണ്. ടൗണിൻ്റെ പേര് ഞാൻ നോക്കിയില്ല കേട്ടോ, ശ്രദ്ധിച്ചില്ല. പിന്നെ തമിഴിലാവുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര വായിക്കാനും അറിയില്ല. എനിക്ക് തമിഴ് അറിയില്ല കേട്ടോ. പക്ഷെ അത്ര വലിയ ടൗണൊന്നുമല്ല. അത്യാവശ്യം ഒരു ടൗണാണ്, പക്ഷെ അത്ര വലിയ ടൗണൊന്നുമല്ല. ഈ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ, നമ്മൾ പറഞ്ഞ സ്ഥലമാണേ. അങ്ങനെ നമ്മൾ ജിഞ്ചി ഫോർട്ടിക്ക് തിരിയാനായിട്ടാ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിയാം. അതാ ഫോർട്ട് ബോർഡ് കണ്ടില്ലേ, അതന്നെ സംഭവം. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കോട്ട തുടങ്ങുകയാണ് കേട്ടോ. ഇതാണ് കോട്ടയ്ക്കുള്ള വഴി. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് ഏക്കർ കണക്കിന് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഇതിൻ്റെ മുകളിലൊക്കെ കോട്ട ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. അടിപൊളിയാണല്ലേ കാണുമ്പോഴത്തേക്കന്നെ. ഹംപിയിൽ പോയ ഒരു ഫീലുണ്ട്. ഹംപി ഇതുപോലെ തന്നെയല്ലേ. അപ്പോൾ ഹംപിയിൽ പോയൊരു ഫീൽ കേട്ടോ. കണ്ടോ, ചെടികളൊക്കെ നോക്കുന്ന തൊഴിലാളികളൊക്കെ ഉണ്ട്. ആടിനെ മേയ്ക്കാൻ പോകുന്ന ആളുകളുണ്ട്. നല്ല രസമല്ലേ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. മുന്നിലൊക്കെ ടൂറിസ്റ്റുകളുണ്ട്. കണ്ടോ, ഈ കാണുന്ന മലയുടെ മുകളിൽ കോട്ടയുണ്ട് കണ്ടോ. അവിടേക്ക് നമ്മൾ നടന്ന് പോകണം കേട്ടോ. അത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ കാണുന്നത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തണം ഇങ്ങനെ പോയിട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്ക്. അടിപൊളിയായിട്ടോ, നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഈ കാണുന്നതെല്ലാം കോട്ടയാണ് കേട്ടോ. കുറച്ചൊക്കെ ക്ഷയിച്ച് പോവാറായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ കോട്ടയാണ്. മങ്കീസ് ഉണ്ട് കേട്ടോ, മങ്കീസ് ഉണ്ട് കണ്ടോ. ആടുകളും ഉണ്ട്. ഇവിടെ മേയ്ക്കാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ കുറവാട്ടോ, ഒത്തിരി ഒന്നുമില്ല. ഇതങ്ങനെ അറിയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആരും അറിയാത്തൊരു കോട്ടയാണ് തോന്നുന്നത് കേട്ടോ.
എടുക്കുന്ന അധികം ആളുകൾ എത്തിയിട്ടില്ല. കണ്ടോ, കല്ലുകളാണ്, ഒത്തിരി കല്ലുകളാണ്. അതായത് കല്ലിങ്ങനെ മല പോലെ കല്ല് നിന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ കോട്ട കെട്ടിയിട്ടുള്ളത്. പണ്ട് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്കിത് ചെറുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിൻ്റെ മുകളിലൊക്കെ കോട്ട കെട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ കോട്ട എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കുക. അത്രയും ഹൈറ്റിൽ പാറുണ്ട്. ഇതിൻ്റെ മുകളിലാണ് കോട്ട കെട്ടിയിട്ടുള്ളത്. കണ്ടോ, എന്താ സംഭവം അല്ലേ? ഒത്തിരി ഉണ്ട് കേട്ടോ. കണ്ടോ, കാണാൻ അടിപൊളിയാണേ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്ക്. ഈ പോകുന്നതൊക്കെ കോട്ട കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെ ഒക്കെ കോട്ട ഉണ്ട്. കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പാറക്കെട്ടിൻ്റെ അടിയിലൂടെയൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിയാലോ. അപ്പം ജിഞ്ചി കോട്ട, സെഞ്ചി കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ അതിജീവിച്ച കോട്ടകളിൽ ഒന്നാണ് കേട്ടോ ഈ ജിഞ്ചി കോട്ട. ലോക ചരിത്രത്തിൽ തന്നെ ഇത് അറിയപ്പെടുന്നത് അതായത് ദക്ഷിണേന്ത്യയുടെ വൻമതിൽ എന്നാണ് കേട്ടോ. അത്രക്കും ശക്തമായിട്ടുള്ള ഒരു കോട്ടയായിരുന്നു ഇത് കേട്ടോ. ലോക ചരിത്രത്തിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് ഒരുപാട് വലിയ സ്ഥാനമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കേട്ടോ ജിഞ്ചി ഫോർട്ട് എന്നാട്ടോ പറയുക. ഇംഗ്ലീഷിൽ ജിഞ്ചി ഫോർട്ട്, തമിഴിൽ സിഞ്ചി ഫോർട്ട്, സെഞ്ചി ഫോർട്ട് എന്നൊക്കെ പറയുന്നത്. നമ്മളെ ഹംപി പോലത്തെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് പണ്ടത്തെ ജയിലും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടത്. അതായത് എന്താ പറയുക, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒക്കെ കീഴിലുണ്ടായിരുന്നതാണ് കേട്ടോ. 9-ാം നൂറ്റാണ്ടിലൊക്കെ സ്ഥാപിച്ചതാണ് സംഭവം. കണ്ടോ, നല്ല പാറക്കെട്ടുകൾ, ഇതുപോലെ ഒരുപാട് കോട്ടകളും ജയിലും കാര്യങ്ങളും എല്ലാ സംഭവവും ഈ ഒരു അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. അവർ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുളമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ ഇതിൽ മുതലകളെ നിറച്ചിട്ട് ഇതിൽ വെള്ളം, അത്യാവശ്യം വെള്ളം ഉണ്ടാവും. മുതലകളെ നിറച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ സംഭവം. ഇതാണ് ഒരു വലിയ കുളമാണ്. ഇപ്പം ഇതിൽ മുതലുകളൊന്നുമില്ല. ഇപ്പം ഇതിലും ആളുകൾ കുളിക്കാനും അലക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ കണ്ടോ. പക്ഷേ ഈ കുളമാണ് ഇതിൻ്റെ അട്രാക്ഷൻ. കണ്ടോ, അതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കോട്ടകളാണ്. ഇതൊക്കെ പടിപടിയായിട്ട് നമുക്ക് കയറുകയൊക്കെ ചെയ്യട്ടോ. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇപ്പം എന്തായാലും കയറാൻ പറ്റില്ല. കാരണം അത്രയും നല്ല വെയിലാണ്. അങ്ങോട്ടൊന്ന് കാണിക്കും. കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗം കണ്ടോ. മുകൾ ഭാഗത്ത് നമ്മൾ ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ എല്ലാം ക്ഷയിച്ച് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ കോട്ടകളുണ്ട്. കയറുന്നവർക്കൊക്കെ കയറിപ്പോവാം. പക്ഷെ അടിപൊളി സ്ഥലമാണ്. നമ്മളെ ഹംപി പോലത്തെ ഒരു സംഭവമാണ്. എടുക്ക്. നിൽക്കട്ടെ ഇങ്ങനെ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ജിഞ്ചി ഫോർട്ടിൻ്റെ ഒരു ഭാഗം. അടിപൊളിയാണ്. അവിടെ നമ്മളൊരു കുളം കണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പോണ്ട് കണ്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് റോക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മൾ ഹംപിയൊക്കെ പോലെ തന്നെ കേട്ടോ ഇത്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സുഖം കേട്ടോ. അടിപൊളി സ്ഥലമാണ്, കാണാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ജിഞ്ചി ഫോർട്ടിൻ്റെ ഒരു ഭാഗം കണ്ടോ. അടിപൊളി സ്ഥലമാണ്. അവിടെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ചേച്ചിമാരൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കുന്നുണ്ട്. ഇതിൽ ഫിഷ് ഉണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ കണ്ടോ കണ്ടോ, ഫിഷ് ഉണ്ട് കണ്ടോ. അല്ലൂസിനെ ഇറങ്ങണം എന്ന് പറയാം. അല്ലോ ഫിഷ് ഉണ്ട്. ഈ ഭാഗത്തുണ്ട് കേട്ടോ കോട്ടകൾ. ഹംപി പോലെ തന്നെയാണ് കേട്ടോ ഇത് സംഭവം. ഹംപിയുടെ ഒരു കുറച്ച് ചെറുത്. ഹംപി ഒരുപാടില്ലേ, ഇത് അതിനേക്കാളും കുറച്ച് ചെറുത്, അത്രേ ഉള്ളൂ കേട്ടോ.
കല്ല് തന്നെയാണ് മെയിൻ പ്രത്യേകത എന്നൊക്കെ ഇതാണ് പറയുന്നത്. നമ്മളെ രാജഗിരി ഫോർട്ട് കേട്ടോ. ഇതിലാണ് അന്തപുരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. അല്ലൂസ് ബാ ബാ, നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. രാജഗിരി ഫോർട്ട് അതാക്കുന്നു ബാ. ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ഭാഗം കണ്ടോ. ഇതാണ് ഇതിന്റെ ഒരു മാപ്പ് എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഫുൾ ഇത് കണ്ടോ. വാ ലൂസേ. പക്ഷെ കൊറേയൊക്കെ ക്ഷയിച്ചിട്ട് ഇതാക്കിയതാന്ന് തോന്നുന്നു കേട്ടോ. ഇൻസ്ട്രക്ഷൻ ഫോർ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇക വാ. അപ്പൊ നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം. നന്ന മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ വഴി. നായ്ക്കളുണ്ടാവുമല്ലോ. തന്നെ സംഭവം. അപ്പൊ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാല് ഇതാ ഒത്തിരി കല്ലിൽ കൊത്തിവെച്ച ശിലകളുണ്ട് കേട്ടോ. ഈ സൈഡിലുണ്ട്, ഈ സൈഡിലും ഉണ്ട് കേട്ടോ. പണ്ട് അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളായിരിക്കും. ഇത് കല്ലിൽ കൊത്തിവെച്ച ഒരുപാട് ശിലകളുണ്ട്. അതിൻ്റെയൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ആഞ്ജനേയ, അതുപോലെ സ്കൾപ്ചറൽ പാനല്, അതുപോലെ തന്നെ സതീ സ്റ്റോണ്, പിന്നെ ആഞ്ജനേയ, സതീ സ്റ്റോണ്, അങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവര് പണ്ട് ഉപയോഗിച്ചിരുന്ന എന്താ പറയാ, ഒരല്, ഒലക്ക, നമ്മളെ പോലത്തെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, അവരുപയോഗിച്ചിരുന്ന ഒരലൊക്കെ കണ്ടോ. ഇതൊക്കെയാണ് അത് സംഭവങ്ങൾ. എല്ലാ സംഭവങ്ങളും ഉണ്ട് കണ്ടോ. അല്ല സുബ, നല്ല വെയിലാട്ടോ. നല്ല വെയിലുകൊണ്ട് നമുക്ക് നല്ല മുകളിലോട്ട് പോകാൻ പറ്റുമോ ഇല്ലേന്ന് അറിയില്ല. പക്ഷെ ഇതിന് മുകളിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പില് വരെ ഇതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട്, ഇതൊരു എൻട്രൻസ് ആണ് കണ്ടോ. കണ്ടോ, ഈ വഴി നേരെ പോകുന്നത് ഏറ്റവും ടോപ്പില് കണ്ടോ. ഏറ്റവും ടോപ്പില് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടോപ്പില് കണ്ടോ, ഈ ടോപ്പില് കോട്ടയുണ്ട്. ആ കോട്ടയ്ക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ ഇത്. കണ്ടോ കണ്ടോ കണ്ടോ, ഈ സംഭവമാണ്. ഇതിന്റെ 4 ഭാഗം കോട്ടകളുണ്ട് കണ്ടോ. 4 ഭാഗം കോട്ടകളുണ്ട് കണ്ടോ. പക്ഷെ നല്ല വെയിലായത് കൊണ്ട് നമുക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞിരിക്കൊക്കെ കിതപ്പുള്ളതല്ലേ. അതെല്ലാം കോട്ടയാണ്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സംഭവം തന്നെയാണ് കേട്ടോ. അത് കണ്ടോ, ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഏറ്റവും ഹൈയിലാണ് ആ പാറ നിൽക്കുന്നത് കണ്ടോ. നമ്മളിവിടുന്ന് ഏറ്റവും ഹൈയിലാണ്. അതിന്റെ മുകളിൽ വരെ കോട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ നടന്ന് കയറി പോകാനും പറ്റും കേട്ടോ. ഇങ്ങനെ ഈ വഴി കൂടി തന്നെ നടന്ന് കയറി പോകാനും പറ്റും. പക്ഷെ വയ്യാത്തത് കൊണ്ട് മല്ലൂസും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് കയറൽ നടക്കില്ല. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ഇത്. പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് കോട്ടയാണ്. ഇത് എന്താ, രാജഗിരി ഫോർട്ട് എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇത്. ഇനി ജയിൽ വേറെ ഉണ്ട്. അപ്പൊ ഞാൻ അതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ ബാക്കി വീഡിയോ നാളെ കേട്ടോ. ഓക്കെ, ടാറ്റാ.